നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ ചുട്ടതാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ സ്പൈസിയുമാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനാദ്യമായിട്ട് വേണ്ടത് മീനാണ്. മീൻ ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഇതേപോലെ ചെറുതായിട്ട് വരഞ്ഞെടുത്തത്. ഇത് സിലോപ്പിയാണ്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് 5 തണ്ട് കറിവേപ്പില, 5 പച്ചമുളക്, 10 ചുവന്നുള്ളി, 1 കുടം വെളുത്തുള്ളി, 2 ചെറുനാരങ്ങ, ഇതേപോലെ 2-3 കഷ്ണം ഇഞ്ചി, 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത് 3 സ്പൂൺ കുരുമുളക്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി വേണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം. പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, 2 ചെറുനാരങ്ങ, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് 4 സ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മീനിനുള്ള മസാലയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. നമ്മൾ വെളിച്ചെണ്ണ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചെറുനാരങ്ങയുടെ നീരും. അപ്പോൾ ഇതേപോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് മീനിൽ തേച്ച് പിടിപ്പിക്കും. ഇതേപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മീനിന്റെ അകത്ത് നന്നായിട്ട് പിടിപ്പിക്കണം. നമ്മളതിൽ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകും പച്ചമുളകും ഒക്കെയാണ് ഉപയോഗിച്ചത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഉപയോഗിച്ചാണ്. അത് കളറിന് വേണ്ടിയിട്ടാണ്. എരിവ് നന്നായിട്ട് ഉണ്ടാവും നമ്മുടെ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ. ഇതേപോലെ എല്ലാ മീനും നമ്മൾ മസാല പുരട്ടി വെക്കും. നമ്മുടെ മീനുകളെല്ലാം നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് ചുട്ടെടുക്കാം. മീൻ പൊള്ളിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ തീ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ ഈ വാഴയില ഇതേപോലെ വാട്ടിയെടുക്കാം. ഒരു മീനിന് 2 ഇല വെച്ച്. ഇനി നമുക്ക് ഓരോ മീനും ഈ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. നമ്മൾ ഇതേപോലെ വാഴയിലയുടെ നടുക്ക് മീൻ വെച്ചിട്ട് ഇതേപോലെ പൊതിഞ്ഞെടുക്കുക. ഇനി ഒരിലയിലും കൂടി ഇങ്ങനെ വെച്ച് പൊതിയുക. എന്നിട്ട് ഇതേപോലെ, ഇത് വാഴയുടെ തന്നെ വള്ളിയാണ്, വാഴയുടെ പോള, ഇങ്ങനെ വെച്ച് കെട്ടിയെടുക്കുക. കെട്ടുക. ഇനി നമ്മളിത് ഫോയിൽ പേപ്പർ എടുത്ത് ഇതേപോലെ ചുറ്റിയെടുക്കുക. ഫോയിൽ പേപ്പർ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. ഇതേപോലെ എല്ലാം പൊതിഞ്ഞെടുക്കുക. നമ്മൾ മീനെല്ലാം ഇതുപോലെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തീയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം ഇട്ട് ഇത് ഇനി 1/2 മണിക്കൂർ നേരം തീയിൽ കിടന്ന് നന്നായിട്ട് വേണം. നമ്മുടെ മീനെല്ലാം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് ഈ തീയുടെ അകത്തുണ്ട്. ഇനി നമുക്ക് 1/2 മണിക്കൂർ നേരം കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കാം.
അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയെന്ന് നോക്കാം. ഏകദേശം 45 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ മീൻ ഇതിൽ തീയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ മുറ്റത്തൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ചുറ്റും ഇഷ്ടിക വെച്ചിട്ട് അതിൻ്റെ അകത്ത് തീ കത്തിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ഇത് പഴയ ഒരു മേശയുടെ ഡ്രോയാണ്. അപ്പോൾ എളുപ്പം നോക്കി ചെയ്തതാണ്. നമ്മുടെ തീ ഇങ്ങനെ പടർന്നു പോവാതെ ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ 4 ഇഷ്ടിക വെച്ചിട്ട് ചുറ്റും ഇഷ്ടിക വെച്ചിട്ട് തീ കത്തിച്ചാലും ഇതേപോലെ ഇരിക്കും. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിന് നല്ല ചൂടുണ്ട്, നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. നമ്മുടെ വാഴയിലയൊക്കെ നന്നായിട്ട് വാടി, വാഴയിലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഉള്ളിലോട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല, ഈ ഇല കരിഞ്ഞേക്കുന്നതാണ്. കണ്ടോ, നന്നായിട്ട് നമ്മുടെ മീൻ വെന്തിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മീൻ ചുട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല എരിവൊക്കെ ഉണ്ട്. നമുക്കിത് കുത്തിയെടുത്ത് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല എരിവുമുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.